അപ്പോൾ ഇന്നതേ കുറച്ച് തയ്യൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സമയം ദേ നല്ല നട്ടുച്ചയാണ്. അതാണ് ഈ കുടയും പിടിച്ച് പോകുന്നത്. ഉച്ചയാകുമ്പോൾ ഒരു കാര്യമുണ്ട്, ബസ്സിലും തിരക്കുണ്ടാവില്ല, ഷോപ്പിലായാലും വലിയ തിരക്കുണ്ടാവില്ല. അത് കാരണമാണ് ഈ സമയം തിരഞ്ഞു പിടിച്ച് പോകണേ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി തയ്യൽ സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പഴയ സാരിയൊക്കെ വെട്ടി എങ്ങനെ കോഡ് സെറ്റൊക്കെ തയ്ക്കാമെന്ന്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഒരു കസ്റ്റമർ എനിക്ക് 2-3 സാരിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കോഡ് സെറ്റ് തയ്ക്കാനായിട്ട്. അപ്പോൾ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിതേ ഇപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ ഡിസൈൻ വേൾഡിലേക്കാണ് വന്നത്, മാർക്കറ്റ് റോട്ടിലുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അതേ ക്രിസ്മസിൻ്റെ കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്ര പുതുമയൊന്നും അങ്ങനെ തോന്നിയില്ല കേട്ടോ എനിക്ക്. ആസ് യൂഷ്വൽ റെഡ് കളർ അങ്ങനെ. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു യെല്ലോ കളർ ഒരു തുണി ഇരിക്കുന്നു. അത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. വില കണ്ടപ്പോൾ വേഗം അവിടെ വെച്ചു കേട്ടോ. ഒരു 600 എങ്ങാണ്ടുണ്ട്. പക്ഷേ വേർത്താണ്, നല്ല സിൽക്ക് മെറ്റീരിയൽ ആയിരുന്നു. അതിൻ്റെ പല ഷെയ്ഡുകളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദേ ലൈനിങ് മേടിക്കാൻ നിന്നു. അങ്ങനെ 1-2 ലൈനിങ്ങൊക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്തതേ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാ. ഇനി അതിന് മാച്ചായിട്ടുള്ള ത്രെഡൊക്കെ മേടിക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ അവരുടെ ത്രെഡിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, ത്രെഡ് ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടണത്. അപ്പോൾ അവിടെ കയറി. അപ്പോൾ ഒരുവിധം മാച്ചിങ് ത്രെഡൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ഈ കളറിന് മാച്ചിങ് ആയിട്ടുള്ളത് അവിടെ നിന്ന് കിട്ടിയിട്ടാ. പിന്നെ ഇതാണ് ടോപ്പ് വരുന്നത്. അപ്പോൾ ടോപ്പിനും മാച്ചിങ് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മെറ്റീരിയലിന് മാച്ചിങ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴേ ഈ ത്രെഡ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, അത് ഇളക്കി എടുത്തിട്ട് വെച്ച് നോക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മാച്ചിങ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അതൊക്കെ മേടിച്ച് വേഗം തന്നെ ഇറങ്ങിയിട്ടാണ്. പിന്നെ കുഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെത്തണമല്ലോ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബസ് പിടിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. കാരണം നാളെ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ അതേ തിരിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ വഴിയിൽ കണ്ട കാഴ്ച കേട്ടോ, ഇരുമ്പമ്പുളി നിറയെ ഉണ്ടായി കിടക്കുന്നു. അപ്പോൾ അതും ഇങ്ങനെ വെറുതെ എടുത്തു. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലോങ് വീഡിയോ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതും കണ്ടോളൂ.